അസ്സലാമു അലൈക്കും. തുമണികളെ സുഖമല്ലേ? എനിക്ക് ഇന്നത്തെ വീഡിയോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് ചിരി വരികട്ടില്ലേ. കാരണം എന്താണെന്നറിയോ, ഈ വീഡിയോ ചിലപ്പോൾ ഈ നമ്മളെ ചാനലിൽ വന്നു കഴിയുമ്പോൾ അണക്കെന്തേ അവിടുന്ന് തന്ന്, എന്തേ ഇവിടുന്ന് തന്ന്, എന്തേ അപ്പുറത്തുനിന്ന് തന്ന്, ഇതൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന് മുമ്പ് എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ചിരി വരിക. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ നൂറെ ഹബീബിയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ചെറിയ വരുന്നത്. പണ്ട് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ റംസാനിലല്ല, അതിന് മുമ്പത്തെ കൊല്ലത്തെ റംസാനിലായിരുന്നു ഒരു വീഡിയോ ഉണ്ടാകുന്നത്. അന്നിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്, വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണ്. അന്നാണ് ഞാൻ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. അത് രാമിത്താത്ത എന്തോ പറഞ്ഞിരുന്നു, ആ പറഞ്ഞതിന് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരുപാട് മനുഷ്യന്മാർ വന്ന് ചോദിച്ചു, അണക്കെന്താ അവിടുന്ന് തന്ന്, അണക്കെന്താ ഇവിടുന്ന് തന്ന്, പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്, ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യം മറുപടി വരിക ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാനവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പത്തൊട്ട് വരാൻ തുടങ്ങുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ്. എന്നാലും ഞാൻ ഇടുകയാണ്. അപ്പോൾ പറഞ്ഞാൽ എന്താണെന്നറിയോ, നൂറെ ഹബീബിയുടെ ഒരു ഷോർട്സ് വീഡിയോ കണ്ടു ഞാൻ. അതിൽ 12 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവും 7 പ്രാവശ്യം അവരെ മജ്‌ലിസിന് പോയി. അങ്ങനെ മക്കളായിപ്പോൾ ആ കുട്ടീനെയും കൊണ്ട് വന്നിക്കുകയാണ്. എന്നിട്ട് അരപ്പവൻ്റെ മോതിരം സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് കാണിക്കണത്, നൂറെ ഹബീബി എടുത്ത് കാണിക്കണത്. അപ്പോൾ അത് അങ്ങനെ ഒരു സന്തോഷം വർത്താനം പറയണ്ട. അവരെ പെണ്ണുങ്ങളെയൊന്നും കാണിക്കില്ല, ഇവർ കാണുന്നുണ്ട്. വാങ്ങണതും ബാക്കിലൊക്കെ കൊടുക്കണതും ഇത്രയാണെന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പറയണമുണ്ട്, ഇതിനിപ്പോൾ കണ്ടാൽ കുരു പൊട്ടുന്നവർക്ക് കുരു പൊട്ടുമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞു. അടുത്തത് ഒരു മോതിരം കൂടി. മകൻ ഒരുപാട് കാലമായി പെണ്ണ് നോക്കണു, കല്യാണം ശരിയായില്ല. അതുകൊണ്ട് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നീർച്ചട്ടിയിരുന്നു. മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളാണ് ഉമ്മ. കല്യാണം നടന്നു, ചെറുക്കനെയും പെണ്ണിനെയും ഉമ്മയും കൂടിയും വന്നിക്കണത്. അങ്ങനെ അതിനൊരു മോതിരം അത് കൊടുത്തു. മൂന്നാമത്തെ ഒരു മോതിരം, അപസ്മാരം ഉണ്ടാകുന്ന ഒരാളെ അപസ്മാരം മാറി. 4 മജ്‌ലിസിൽ പങ്കെടുത്തു, അപസ്മാരം മാറി, പ്രശ്നമില്ല, ഇപ്പോൾ സുഖമായിട്ടിരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് ഈ മറ്റേ സോഴ്സ് വീഡിയോസിൽ പറയണത്. ആൾക്കാരെ കാണില്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഈ മോതിരങ്ങൾ വാങ്ങണതും കൊടുക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളൊക്കെ കണ്ടതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ കൊടിമരം വെച്ചേക്കണു, അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ വീട് വെച്ചോടത്ത് കൊടിമരമുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിത് പറയാം, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നോ, ഈ മോതിരങ്ങളും അതിൽ പറയുന്ന വാക്കുകളും കേട്ടതുകൊണ്ടാണ് എനിക്കിത് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത്. 12 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് 7 പ്രാവശ്യം മജ്‌ലിസിന് പോയി മക്കളായി എന്ന് പറയുന്നു. അപസ്മാരം മാറി എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസം. നമുക്ക് അത്രത്തോളം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ അള്ളാഹു നിർവഹിച്ച് തരുമായിരിക്കും. പിന്നെ ദിക്റും സ്വലാത്തും അത് നമ്മൾ എവിടെ പോയി എവിടെ ഇരുന്ന് ചൊല്ലിയാലും ചെല്ലുന്ന സദസ്സല്ലല്ലോ അള്ളാഹു നോക്കുന്നത്. ദിക്റും സലാത്തും ചെല്ലുന്നുണ്ടെങ്കിൽ ആ ചെല്ലലിനെയല്ലേ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റും സലാത്തും. അതേമാതിരി തന്നെ നബിയുടെ പേരിൽ ദിക്റ് ചെല്ലുന്നതും ഇതൊക്കെയല്ലേ നോക്കുന്നത്. ചെല്ലുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മനുഷ്യന്മാർക്ക് അത്രയും ഒരിത് അതിൽ കിട്ടുന്നത്. പിന്നെയെന്ന് പറഞ്ഞ് പോകുന്നത് കൂടുതൽ പെണ്ണുങ്ങൾ, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, പോകുന്നുണ്ട്, അവരെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. എൻ്റെ ലൈവിൽ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നൂറെ ഹബീബിയുടെ മജ്‌ലിസിലേക്ക് വരി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പേടിയുള്ള രോഗമുണ്ട്, എനിക്കല്ല എൻ്റെ അനിയത്തിക്കാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എനിക്ക് മാറിയിട്ടില്ല, ഒരുപാട് പൈസ ചിലവാക്കി മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊന്നും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഒന്ന് പറയും, മാറിക്കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞാൽ ഞാൻ പോകും. അതെൻ്റെ ഒരു വിശ്വാസമാണ്. മാറിക്കഴിഞ്ഞാൽ ഞാൻ പോകും, മാറിയിട്ട് പോകില്ല. അപ്പോൾ മറ്റേ ഇതിലൊക്കെ ചെല്ലാനാണ് പറഞ്ഞേക്കണത്. പക്ഷെ അതിനൊന്നും എനിക്ക് അതിൻ്റെ ഇതില്ല. കാരണം അങ്ങനെ പോകാനുള്ള ഒരു മനസ്സ് എനിക്ക് വരുന്നില്ല. കാരണം അവരെ മജ്‌ലിസിൽ പോകാനോ അത് ചെയ്യാനുള്ളൊരു
ഇത് ഞാനതിൽ കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ദിക്റും സ്വലാത്തും ഇതൊക്കെയല്ലേ, അത് നമ്മൾ എവിടെ ഇരുന്ന് ചെല്ലിയാലും അള്ളാഹു അതിൻ്റെ ഫലം നമുക്ക് തരും. നമ്മളെ കുടുംബത്തിലിരുന്ന് ചെല്ലിയാലും തരുമല്ലോ. പിന്നെ ഇപ്പോൾ പൈസ ഇടുന്ന കാര്യം, ഇത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ ആളുണ്ടാവില്ലേ. അത് നമ്മളെ രോഗങ്ങളും ഇതൊക്കെ അങ്ങോട്ട് ശരിയാകുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര ചെയ്യും എന്നുള്ളത്. നമുക്കത് മാറിക്കിട്ടുന്ന സന്തോഷത്തിൽ നമ്മൾ ചെയ്തു പോണതാണിത്. അവരുടെ വിശ്വാസം അതല്ലേ, വിശ്വാസം അതല്ലേ എല്ലാം. ഏതായാലും അള്ളാഹു ദിക്റിനെയും സ്വലാത്തിനെയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാനുള്ള മനസ്സിന് മനുഷ്യന്മാർക്ക് കൊടുക്കട്ടെ. നമ്മളും ചെല്ലുന്നുണ്ട്, നമ്മളെക്കൊണ്ട് പറ്റുന്നത് മാതിരി, സാധിക്കുന്നത് മാതിരില്ല ദിക്റുകളും സ്വലാത്തുകളും എല്ലാം നമ്മളും ചൊല്ലി വെക്കുന്നുണ്ട്. മരിച്ചു പോയവർക്ക് വേണ്ടി ചൊല്ലി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണ്. അതെവിടെ ഇരുന്ന് ചൊല്ലിയാലും അള്ളാഹു അത് സ്വീകരിക്കും. അപ്പോൾ ഇനിയും ചെല്ലുന്നവർക്ക് സ്വീകരിക്കട്ടെ. അതേമാതിരി പോകുന്നവർക്ക്, അത് വിശ്വസിച്ച് പോകുന്നവർക്ക്, കാരണം എവിടെയും പോയി ഒരറ്റമില്ലാത്ത എത്തുന്ന സമയത്തായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് ഫലം കിട്ടി എന്നുള്ളതാണ് അതിൽ കാണുന്നത്. ഇനിയും കിട്ടട്ടെ. കാരണം മാനസികമായി തകർന്ന ജീവിതങ്ങളായിരിക്കും അങ്ങനെ പോണത്. അപ്പോൾ അവർക്ക് കിട്ടട്ടെ. നമ്മളൊരാൾ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമല്ല. ആയിക്കോട്ടെ, എന്താണെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളി, കുഴപ്പമില്ല. ശരി, പിന്നെ കാണാം.